ഹായ്. CS വിനയൻ സംവിധാനം ചെയ്ത് 2025 പുറത്തിറങ്ങിയ തയ്യൽ മിഷൻ എന്ന് പറയുന്ന ഹൊറർ ചിത്രത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ സിനിമയിൽ കിച്ചു, ഗായത്രി സുരേഷ്, ശ്രുതി ജയൻ, രാജീവ് രാജൻ, അഭിരാമി രാജീവ്, അതേപോലെ ജുവൽ മനീഷ്, നക്ഷത്ര നവീൻ തുടങ്ങിയവരൊക്കെയാണ് ഈ സിനിമയിലെ മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഇതിലെ പകുതിയും പുതുമുഖങ്ങളാണ്. എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ഹൊറർ മൂവി എന്ന് മാത്രമാണ് ഇതിന് പറയാൻ പറ്റത്തുള്ളൂ. ഇത് ഏകദേശം 1.5 മണിക്കൂറേ സിനിമയുള്ളൂ. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ കഥയും വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ്. പക്ഷെ നമുക്ക് ഇതില് പറ്റാത്തൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാല് ഈ ഗായത്രി സുരേഷിന്റെ ഒരു റോള് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതില് ഗായത്രി സുരേഷാണ് പ്രേതമായിട്ട് വരുന്നത്. പക്ഷെ അവരുടെ മുഖത്ത് വരുന്ന ആ ഭാവങ്ങളൊന്നും ഇതുവരെ ഒരു മാറ്റമില്ല കേട്ടോ, സത്യം പറയാലോ. ആ ഒരു പണ്ട് എങ്ങനെയായിരുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും മുപ്പയാള് പോകുന്നത്. മുപ്പയാളൊരു ഹൊറർ സീനാണ് അഭിനയിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്തേനെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ സിനിമ കണ്ടപ്പോൾ. പക്ഷെ ഈ ബാക്കിയുള്ള കുറച്ച് സീനുകളൊക്കെ വലിയ കുഴപ്പമില്ല. അതായത് ചെറിയ രീതിയിലുള്ള ചെറിയൊരു പേടിപ്പിക്കുന്ന പോലത്തെ ചെറിയ സാധനങ്ങളൊന്നും വലിയ കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഗായത്രി സുരേഷ് വന്നിട്ടുണ്ടാവുന്ന ആ ഒരു പെർഫോമൻസ് വളരെ മോശം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഞാൻ ഈ ഒരു തയ്യൽ മിഷൻ എന്നുള്ള ഒരു പേരും ഹൊറർ മൂവി എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു എനിക്ക്, എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഒരു ചെറിയതാണെങ്കിലും കിട്ടും എന്നുള്ളത്. പക്ഷെ ഒരു തേങ്ങയുടെ മൂടും ഈ സിനിമയിൽ നിന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയില്ല. ഇതിന്റെ കഥ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കഥയാണ്. അതായത് നമ്മുടെ കിച്ചുവിന്റെ ക്യാരക്ടറിന്റെ പേര് ശിവ എന്നാണ്. ശിവ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോ അങ്ങേര് ആദ്യം ജോലി ചെയ്തിരുന്ന ആ ഒരു സ്റ്റേഷനിൽ നിന്നും എന്താ പറയാ ട്രാൻസ്ഫർ കിട്ടിയിട്ട് ഈ പറയുന്ന സ്ഥലത്തോട്ട് വരികയാണ്. അവിടെ വന്നിട്ട് ഒരു വീട് വാടക എടുക്കുന്നു. ആ വീട് വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് ആ വീടിനുള്ളിൽ ഉണ്ടാവുന്ന, അതായത് അവര് വീട് വാടക എടുത്തിട്ട് ആ വീട്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അതായത് പുതിയ സ്റ്റേഷനിലോട്ട് വന്ന് ഒരു വാടക വീടെടുത്തു. ആ വാടക വീടെടുക്കുമ്പോൾ ആ വീടിന്റെ ഉള്ളിൽ ഓൾറെഡി ഒരു തയ്യൽ മെഷീൻ ഇരിപ്പുണ്ട്. ആ തയ്യൽ മെഷീനിൽ കാണിക്കുന്ന സീനൊക്കെ കുറച്ച് കുഴപ്പമില്ല. ഒരു ലൈറ്റ് ഇങ്ങനെ മിന്നുന്ന പോലത്തെ സീനും പിന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഹൊറർ മ്യൂസിക് ഒക്കെ തന്നിട്ട് നമ്മൾ കുറച്ചൊന്നിങ്ങനെ ഇരുത്താൻ ശ്രമിച്ചു സംവിധായകൻ. അത് കഴിഞ്ഞ് പിന്നീട് ആ വീട്ടിലൊരു കള്ളന്മാർ, അതായത് ആ പ്രദേശത്ത് കള്ളന്മാരുണ്ട്. ആ കള്ളന്മാര് ഒരു ദിവസം നമ്മുടെ ഈ ശിവയുടെ, അതായത് കിച്ചുവിന്റെ വീട്ടിലോട്ട് വരുന്നു. അവിടുന്ന് പോലീസ് പിടിക്കുന്നു. പോലീസ് പിടിച്ചതിന് ശേഷം പറയുന്നുണ്ട് ആ വീട്ടില് നിങ്ങൾ കൂടാതെ വേറെ 2 ആൾക്കാരുണ്ട്. അതായത് കിച്ചുവിന്റെ ഫാമിലി എന്ന് പറഞ്ഞാല് വൈഫ്, മകള്. അതുപോലെ തന്നെ ആ വീട്ടിൽ വേറൊരു 2 വ്യക്തികളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവൻ ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ പിന്നീട് ആ ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അവനും വിശ്വസിക്കുന്നു, അതായത് അവിടെ 2 ആൾക്കാരുണ്ടെന്നുള്ളത്. ആ സീനൊക്കെ കണ്ടുകഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നട്ടോ. കാരണം ഒരു പ്രേതം എന്നുണ്ടെങ്കിൽ ഒരു ഗൗരവം അല്ലെങ്കിൽ എന്തൊരു ഒരു വാശി അല്ലെങ്കിൽ ഒരു ദേഷ്യം, ഈ പറയുന്ന സീനുകളൊക്കെ നമ്മുടെ മുഖത്ത് ലേശമെങ്കിലും കാണിക്കേണ്ടിയിരുന്നു. ഈ ഗായത്രി സുരേഷിന്റെ മുഖത്ത് എന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതെന്ന് പറഞ്ഞാൽ മെക്സിക്കൻ അപാകതയില് നമ്മുടെ ടൊവിനോനെ തേച്ചതിന് ശേഷം വീണ്ടും വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഏത് കളർ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ന് പറയുന്ന ഒരു ഭാവമുണ്ട്. ആ ഒരു ഭാവം മാത്രമാണ് ഈ സിനിമയിലുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്നാൽ ഒരു ഗൗരവമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങൾ, എന്തായാലും ഇതില് മരണപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഗായത്രി സുരേഷും മകളുമാണ്. അപ്പോൾ ആ ഒരു പ്രതികാരം ചെയ്യാനുള്ള ഒരു ഭാവമെങ്കിലും മുഖത്ത് കാണും വിചാരിച്ചു. അങ്ങനെ ഒരു കുന്തം ഈ സിനിമയിലുള്ള മുഖത്ത് കാണുന്നില്ല. ഓക്കെ, അത് പോട്ടെ. അങ്ങനെ ഇതിന്റെ കഥ എന്ന് പറയുന്നത്, അങ്ങനെ ഈ വീട്ടിൽ വന്നിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ കുറെ പ്രേതങ്ങളുടെ, അതായത് കുറെ മാനുഷികമായിട്ടുള്ള ശക്തികളും കാരണം കൊണ്ട് വീട്ടിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടാവുന്നു. അപ്പോൾ ഒരു അച്ഛനെ പോയി കാണുന്നുണ്ട്. അതുപോലെ അച്ഛൻ കുറച്ച് വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, ആ തയ്യൽ മെഷീനാണ് പ്രശ്നം, തയ്യൽ മെഷീൻ മാറ്റി കഴിഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിയും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ തയ്യൽ മെഷീൻ എന്താണ് പറയാ വെഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ വരുന്നു. അതേപോലെ ഇവന്റെ വൈഫിന്റെ മേത്ത് കയറിയിട്ടുള്ള ഗായത്രി സുരേഷിനെ എടുത്ത് പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര കോമഡിയാണ്. പ്രേതം എന്ന് പറയുമ്പോൾ ഭയങ്കര രസല്ലേ. അത് നിങ്ങൾക്ക് സിനിമ കണ്ടവർക്ക് സംഭവം മനസ്സിലാവും എന്താണെന്ന് അവള് കാണിച്ചു കൂട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ ഇവള് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പോകത്തില്ല, ഞാൻ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണോ മരിച്ചത് എന്നറിയാതെ ഞാൻ പോവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുവിധം നമ്മുടെ അച്ഛൻ വന്നിട്ട്, അതായത് പള്ളിയിലെ അച്ഛൻ വന്നിട്ട് അവളെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. അതായത് മറ്റേ ഇവന്റെ കിച്ചുവിന്റെ വൈഫിന്റെ മേലിൽ നിന്നും അവളെ പുറത്താക്കുകയും ആ ഒരു തയ്യൽ മെഷീനൊക്കെ എന്താ പറയാ കൊണ്ട് ഒഴുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവളെങ്ങനെ മരിച്ചത് എന്നുള്ളത് കാണിച്ചു തരുന്നത്. അതായത് ഇവള് ഇരുന്നിട്ട് ഇങ്ങനെ മെഷീൻ അടിക്കുന്നു, അവളുടെ കൊച്ചൊരു കട്ടിൽ കിടന്നുറങ്ങുന്നു. ഒരാൾ മുഖംപൊടി വെച്ചിട്ടുള്ള ഒരാൾ വന്നിട്ട് ഒറ്റ അടിയാണ്ട് അടിച്ചേക്കണേ തയ്യൽ മെഷീനിലുള്ള ആ ഒരു കമ്പ് പോലത്തെ സാധനം തലയിൽ കയറിയിട്ടാണ് അവൾ മരിക്കുന്നത്. പക്ഷെ ആരാണ് കൊന്നതെന്നൊന്നും അറിയത്തുണ്ടായിരുന്നില്ല.
പിന്നീട് നമ്മുടെ അച്ഛന്റെ കൂടെയുള്ള കപ്പിയായിട്ട് ചെറിയൊരു സംശയം പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ ഈ വീടുമായിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ്, അതായത് നമ്മുടെ ഈ പുതിയ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുള്ള വേറൊരു പോലീസുകാരുണ്ട്. ആ പോലീസുകാരനും അതായത് ഈ പരിസരത്തുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ അവനിലോട്ടൊരു സംശയം നമ്മുടെ കപ്പിയാര് പറയുന്നുണ്ട്. അപ്പൊ അത് അന്വേഷിച്ചു പോകുമ്പോൾ സമയത്തും അവനക്ക് മനസ്സിലാവുന്നുണ്ട് ഇവനാണ് കുറ്റവാളി എന്നുള്ളത്. അപ്പൊ ഇവൻ കൊല്ലാനുള്ള കാരണം അതിലും വളരെ രസകരമായിട്ടുള്ളൊരു കാരണമാണ്. അതായത് ഇവനക്ക് ഗായത്രി സുരേഷിനോട് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പൊ ഇവളെ കാണാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഇവളെ പോയി കാണുന്നു. അങ്ങനെ ഒരു ദിവസം ഇവള് വീട്ടിൽ പോയി കാണുന്ന സമയത്ത് ഇവള് കുളി കഴിഞ്ഞ് വരെയെടുക്കും. ആ കുളി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ദേഷ്യത്തിൽ ഇവന്റെ കരണക്കുറ്റിക്ക് അടി കൊടുത്തിട്ട് ഇവനെ പുറത്താക്കുകയാണ്. ആ ഒരു സംഭവത്തിന് ആ ഒരു സംഭവത്തിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ടെന്ന് മേടിച്ചിട്ട് വന്നിട്ട് കൊല്ലുന്നതാണ് ഇവൾ. ആ ഒരു കൊല്ലുന്ന സീന് ഇവൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഇവൻ സ്വയം തന്നെ സൂയിസൈഡ് ചെയ്തും മരിക്കുന്നുണ്ട്, കഴുത്ത് മുറിച്ച് മരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ പടത്തിന്റെ കഥ പോകുന്നത്. അതായത് നമ്മൾ ചില സമയത്ത് കുറച്ച് ഹൊറർ സംഭവങ്ങളൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ അതൊന്നും ഈ സിനിമയിൽ കിട്ടിയിട്ടില്ല. ഒരു ഷോർട്ട് ഫിലിമായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല വൃത്തിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തയ്യൽ മിഷൻ എന്ന് പറയുന്ന ഈ ഒരു മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അതുപോലെ ഈ ഗായത്രി സുരേഷിനൊക്കെ ഈ സിനിമയിലോട്ട് സെലക്ട് ചെയ്തത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ആ ഒരു നടിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അഭിനയിക്കാൻ വലിയ പിടിയില്ല. കാരണം നമുക്ക് കാണുമ്പോൾ ഒരു ഫീല് തോന്നില്ല. എന്തെങ്കിലും ഒരു ലവ് സ്റ്റോറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വൃത്തിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അറിയിക്കണം. ഈ സിനിമ കാണാൻ ഞാൻ റെഫർ ചെയ്യുന്നില്ല. മേ ബി കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും കമന്റ് അറിയിക്കുക. നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.